മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, ഭാര്യ കമല വിജയൻ, മറ്റു നേതാക്കൾ എന്നിവർ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനായി സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കും. മുൻ UDF കൺവീനറായ ബെന്നി ബെഹനാന് ഹൈക്കമാൻഡ് അധ്യക്ഷന്റെ ചുമതല നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. എറണാകുളത്ത് 2020 കൂടുതൽ സീറ്റുകൾ അനുവദിച്ച് NDA. ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 8ഇടത്ത് 2020യും 4 സീറ്റിൽ BJPയും 2ഇടത്ത് BDJSും മത്സരിക്കും. കുന്നത്തുനാട്, പിറവം, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രമേഷ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മാധ്യമപ്രവർത്തകരോട് തന്റെ നയം വിശദീകരിച്ചു. പാലക്കാട് തന്റെ ജന്മനാടാണെന്ന് രമേഷ് പിഷാരടി പറഞ്ഞു. മുസ്ലിം ലീഗിൽ തലമുറ മാറ്റം സ്ത്രീകൾക്ക് മാത്രമാണോ എന്ന് വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ് ചോദിച്ചു. പുരുഷന്മാർക്ക് തലമുറ മാറ്റം ബാധകമല്ലേ എന്ന് അവർ ചോദിച്ചു. കോൺഗ്രസിന്റെ അന്തിമ പട്ടിക ഇന്ന് പുറത്തിറങ്ങുമ്പോൾ K സുധാകരൻ, എൽദോസ് കുന്നപ്പള്ളി, MK രാഘവൻ എന്നിവരെ മെരിക്കാനുള്ള ശ്രമം തുടരുന്നു. എൽദോസ് കുന്നപ്പള്ളി തുടരണമെന്ന് യാക്കോബായ സഭ ആവശ്യപ്പെട്ടു. MK രാഘവൻ സുധാകരന്റെ ഫ്ളാറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തി. സീനിയർ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും പാർട്ടി വിടുമെന്ന് സൂചന. സീറ്റ് നിഷേധത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പറയപ്പെടുന്നു. CPMലേക്ക് വരുമെന്നും സൂചനയുണ്ട്. സർക്കാർ തിരക്കിട്ട് നടത്തിയ നിയമനങ്ങൾ ലോക് ഭവൻ തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർ, തദ്ദേശ ഓംബുഡ്സ്മാൻ, 2 PSC അംഗങ്ങൾ എന്നിവരുടെ നിയമനങ്ങളാണ് ഗവർണർ തടഞ്ഞുവെച്ചത്. ഓരോന്നിനും കാരണമായി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അടിസ്ഥാനമുള്ള പരാതികളുണ്ടെന്നാണ് വാർത്ത. കോട്ടയത്ത് അക്രമികൾ ആയുധവുമായി എത്തി മെഡിക്കൽ കോളേജ് പരിസരത്ത് മാലിന്യം തള്ളുന്നു എന്ന റിപ്പോർട്ടുകൾ. മാന്നാനം റോഡിലെ ചാത്തുന്നിപ്പാറ മെഡിക്കൽ കോളേജ് വളപ്പിലാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത്. പ്രതിയെ പിടിക്കുന്നതിനിടയിൽ മലപ്പുറം പരപ്പനങ്ങാടിയിൽ വച്ച് CI സ്റ്റെപ്റ്റോ ജോണിന് കുത്തേറ്റു. പ്രതി മാനസിക പ്രശ്നമുള്ളയാളാണെന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ICUയിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചതിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. 16 രോഗികൾ ഉണ്ടായിരുന്ന ICUവിലാണ് തീപിടുത്തമുണ്ടായത്. കുടുംബ കോടതിയിൽ യൂണിഫോം വേണ്ടെന്നും അത് കുട്ടികളിൽ പേടിയുണ്ടാക്കുമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു. മാതാപിതാക്കളുടെ തർക്കങ്ങളിൽ മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഭയം കൂടി ഉണ്ടാകുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടത്. ഗംഗാനദിയിൽ ബോട്ടിൽ വച്ച് ഇഫ്താർ വിരുന്ന് നടത്തി ബിരിയാണി കഴിച്ചെന്നും എല്ലും മറ്റവശിഷ്ടങ്ങളും ഗംഗാനദിയിലേക്ക് വലിച്ചെറിഞ്ഞെന്നും ആരോപിച്ച് 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയായിരുന്നു അറസ്റ്റ്. സിംഗപ്പൂർ വിമാനത്തിൽ വച്ച് വിമാന ജീവനക്കാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച ഇന്ത്യക്കാരൻ ആകാശ് തിവാരിക്കെതിരെ സിംഗപ്പൂർ പോലീസ് കേസെടുത്തു. ഫെബ്രുവരി 9 കേസിനാസ്പദമായ സംഭവം നടന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയെ കരുതി ഈദ്ഗാഹുകൾ ഒഴിവാക്കാനും പള്ളിക്കുള്ളിൽ പ്രാർത്ഥനകൾ നടത്താനും സൗദി തീരുമാനിച്ചതായി വാർത്തകൾ. താൻ വധിക്കപ്പെട്ടുവെന്ന പ്രചരണങ്ങൾക്ക് മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെതായ വീഡിയോ പുറത്തുവന്നു.